friends, welcome back to our channel. നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിയുന്ന കോക്കനട്ട് ഷെല്ല് കൊണ്ട് നല്ല അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ എത്ര ഭംഗിയായിട്ടിരിക്കുന്നതെന്ന്. ടർട്ടിൽ വൈനൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്, എന്തൊരു ഭംഗിയാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 15 ചിരട്ടകളാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു കത്തി ഉപയോഗിച്ച് അതിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കിയെടുക്കാം. ചിരട്ടകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണുള്ള ചിരട്ടകൾ വേണം എടുക്കാൻ, എങ്കിലേ ഹോൾസ് ഇട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകും. ചിരട്ടകൾ എടുക്കുമ്പോൾ ഒരേ സൈസിലുള്ള കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും. ഇനി സാൻഡ് പേപ്പർ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം ചിരട്ടയ്ക്ക്, എങ്കിൽ പെയിന്റ് അടിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ചിരട്ടകളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു കമ്പോ എടുത്തിട്ട് എല്ലാ ചിരട്ടക്കും ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് ഫെവിക്രിലിന്റെ 20 രൂപയുടെ പെയിന്റ് ആണ്. ഇതൊരു ബ്രഷ് ഉപയോഗിച്ച് ചിരട്ടയുടെ മുകളിൽ അടിച്ചു കൊടുക്കുക. പെയിന്റ് വീട്ടിലില്ലാത്തവർക്ക് ഇത് പെയിന്റ് അടിക്കാതെയും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പെയിന്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് ആക്രിലിക് പെയിന്റ് എടുത്ത് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ റോസ് പെയിന്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പോളിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലേസിങ് കൂടെ കിട്ടുന്നതാണ്. ഇത് 40 രൂപയുടെ ചൂണ്ടൽ കണ്ണിയാണ്, മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ പ്ലാസ്റ്റിക് കയറും വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഇത്ര ഭംഗി കിട്ടില്ല. ഇതാകുമ്പോൾ ചിരട്ട ഇങ്ങനെ തനിയെ തൂങ്ങിക്കിടക്കുന്നത് പോലെ തോന്നാം. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നല്ല ടൈറ്റായിട്ട് ചൂണ്ടൽ കണ്ണി ചിരട്ടയിലേക്ക് കെട്ടിക്കൊടുക്കാം. ഈ ചൂണ്ടയുടെ സെൻറ്ററിൽ വേറൊരു നൂല് വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് അനുസരിച്ച് ചെറുത് വലുത് വലുത് ആ സൈസിൽ അങ്ങനെ കൊണ്ടുവരുന്നത്. ഇത് കംപ്ലൈൻറ്റ് വന്ന് ഉപയോഗിക്കാത്ത ഫാനാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനിലാണ് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മെറ്റലിൻ്റെ റിങ്ങോ അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ മൂടിയോ ഇങ്ങനെ ഹോൾസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ഞാൻ ഊരിയെടുത്ത് ഫെവിക്രിലിൻ്റെ റെഡ് ആക്രിലിക് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുരുമ്പൊക്കെ പോയി നല്ല സുന്ദരനായിട്ടുണ്ട്. സീലിങ്ങിൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി കയറ് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഫാനിൽ ഓരോ ചിരട്ടകളും ഹാങ് ചെയ്ത് കൊടുക്കാം. ചെറുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത് എന്ന പാറ്റേണിൽ ഓരോന്നും വെച്ച് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ചിരട്ടകളും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാന്റ് ഒന്നും വെക്കാതെ തന്നെ ചിരട്ടകൾ തന്നെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കെട്ടിക്കഴിഞ്ഞ ബാക്കിയുള്ള എക്സ്ട്രാ കണ്ണികളൊക്കെ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം.
ചിരട്ടയിലേക്ക് നിറയ്ക്കാൻ വേണ്ടി കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ആക്കി വെക്കുകയാണ്. ചിരട്ടയിൽ മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ബേബി മെറ്റൽ നമുക്ക് ചിരട്ടയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. 1-2 പീസ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ഹോൾസ് അടഞ്ഞു പോകാണ്ട് വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ചിരട്ടയിലും മെറ്റൽ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് നിറച്ച് നമുക്ക് ചെടി നട്ടു കൊടുക്കാം. ചിരട്ടയിൽ കുറച്ച് മണ്ണ് നിറച്ച് ടർട്ടിൽ വൈൻ ചുറ്റിലും വെച്ച് കൊടുത്ത് കുറച്ചുകൂടെ മണ്ണ് മുകളിലിട്ട് കൊടുക്കാം. എല്ലാ ചിരട്ടയിലും ഞാനിപ്പോൾ പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫൈനലി നമ്മുടെ വർക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.